ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 3-ാം ദിവസമായ ഇന്നത്തെ വേദഭാഗ ചിന്ത, ഇന്നത്തെ പ്രഭാത നമസ്കാരത്തിൻ്റെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഗിരിപ്രഭാഷണത്തിൻ്റെ അനുഗ്രഹീതമായ കർത്തൃവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം എന്നിവ. അവിടെ യഥാർത്ഥമായ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീതമായ വാക്കുകളെ അവിടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന വാക്കുകളായി തീരുവാൻ നമുക്ക് കാതോർക്കാം. കപട ഭക്തിയുടെയും ദാനധർമ്മത്തിൻ്റെ ഒരു വലിയ പരസ്യത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ വേദഭാഗം അവയിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായിട്ട് ആരാധനയുടെയും നമ്മുടെ ഭക്തിയുടെയും ഒക്കെ വിശുദ്ധമായ തലത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. ഒന്നാമതായിട്ട് നമ്മളവിടെ കാണുന്നത്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ എന്നാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല എന്ന് അവിടെ പറയുന്നു. അനുഗ്രഹീതമായ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപകളെ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ പ്രവർത്തികളുടെ അനന്തരഫലമായിട്ടാണ്. തീർച്ചയായിട്ടും നീതിപൂർവമായ ജീവിതം, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള നിർമ്മലതയിൽ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഭവം, ദൈവകൃപയിൽ നമ്മുടെ ജീവിതത്തെ നീതിയോടെ നിഷ്ഠയോടെ നയിക്കുക എന്നുള്ളതും, സഹജീവികളോടുള്ള നീതിപൂർവമായ ജീവിത ചര്യകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നീതിപൂർവമായ വാക്കുകളിലൂടെയുമുള്ള ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹീതമായി നമ്മെ അതിനനുസരിച്ചുള്ള ഫലം നൽകുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധമായ നോമ്പിലൂടെ നമുക്ക് സാധ്യമാകണം. രണ്ടാമതായിട്ട്, ദാനം ചെയ്യുമ്പോൾ മനുഷ്യരുടെ മാനം ലഭിപ്പാൻ തെരുവീഥികളിലും ദേവാലയങ്ങളിലും വെച്ച് ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം കർത്താവ് നമ്മോട് പറയുകയാണ്. ഇന്നത്തെ കാലത്ത് ചാരിറ്റിയും നമ്മുടെ ദേവാലയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദാനധർമ്മങ്ങളുമൊക്കെ കേവലം നാമമാത്രയും പേരിനും ആയി തീരുമ്പോൾ ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നത് അതിന് വിപരീതമായിട്ടാണ്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്നാണ് അവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ നോമ്പിൽ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ദാനധർമ്മങ്ങളും ദൈവവും ഞാനും അത് സ്വീകരിക്കുന്ന ആളും അറിയുവാൻ മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം, അതിൻ്റെ പ്രതിഫലം നമുക്ക് ദൈവം തരുമെന്നും സുവിശേഷം പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ സഭയുടെ പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ഒസ്താത്യൂസ് തിരുമനസ്സുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചാരിറ്റി എന്നത് ഒരു ഒബ്ജക്റ്റീവായിട്ടല്ല, മറിച്ച് ഒരു സബ്ജക്റ്റീവായിട്ട് കാണണം എന്നാണ്. അതിൻ്റെ അർത്ഥം, നമ്മൾ ഒരു വസ്തു നൽകുന്നതിലൂടെ അല്ല, മറിച്ച് ആ വസ്തു അത് എന്താണോ ആവശ്യക്കാർക്ക് നൽകുന്നത് അതിലൂടെ നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തുവാൻ, അതിനൊരു വിഷയാത്മകമായി അതിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഈ നോമ്പിൽ സാധ്യമാകണം. മൂന്നാമതായിട്ട് പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വളരെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്ത് പ്രാർത്ഥനയുടെ അവസരങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ, അത് നമ്മൾ ഉപയോഗിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് പ്രാർത്ഥനയുടെ അനുഭവത്തെ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ പിതാവിനെ രഹസ്യത്തിൽ വാതിലടച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. വ്യക്തിപരമായ പ്രാർത്ഥന, ആരാധനാപരമായ പ്രാർത്ഥന, നമ്മുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥന, ഈ 3 തലങ്ങളിലും പേഴ്സണൽ പ്രയറിലൂടെ നമ്മൾ ദൈവബന്ധത്തെ ഉറപ്പിക്കുന്നതും, നമ്മുടെ ആരാധനാ ജീവിതം കൗദാശികമായി നമ്മൾ ദേവാലയത്തിൽ വന്നുകൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ അനുഭവവും നമ്മുടെ കൂട്ടായ്മ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹം
നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലമായി ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നോമ്പും നമ്മുടെ ഉപവാസവും നമ്മുടെ ദാനധർമ്മങ്ങളും നീതിപൂർവമായ ജീവിതവും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.